അപ്പൊ നേഹ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ 7 വർഷമായി ജസ്റ്റിന്റെ ഒരു കാര്യം അറിയില്ലെന്നാണോ? അങ്ങനെ സംഭവിച്ചു പോയി. നേഹ പോയി 3-ാമത്തെ ദിവസമാണ് ജസ്റ്റിൻ എന്റെ അടുത്ത് വരുന്നത്. അതേസമയം നിങ്ങളുടെ കുഞ്ഞുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. ട്രീറ്റ്മെന്റ്? എന്നോട് പുറത്തേക്ക് നയിച്ചായ നേഹ നേഹ മോനെ മോനെ അയ്യോ മോനെ കർത്താവേ മോനെ. 3 ദിവസം തുടർച്ചയായുള്ള കരച്ചിലും പാല് കിട്ടാതിരിക്കലും കാരണം കുഞ്ഞ് അൺകോൺഷ്യസ് ആയിപ്പോയി. 1 വർഷം മുമ്പ് വരെ ജസ്റ്റിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. നിങ്ങളുടെ സെപ്പറേഷൻ അവനെ മെന്റലി വീക്കാക്കി. സ്ട്രെസ് കൂടുമ്പോ അവൻ തന്നെ അറിയാതെ ഒരു സൈക്കോയി മാറുകയും ആ ടൈമിൽ അവൻ മോനെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ മോനെ മാറ്റിക്കടത്താൻ നിർദ്ദേശിച്ചത്. കാരണം ആ ടൈമിൽ ചെയ്യുന്നതൊന്നും അവന് പിന്നീട് ഓർമ്മയുണ്ടാവില്ല. എപ്പോഴും ഇത് ഉണ്ടാവാറില്ല, പക്ഷെ അവന് കൺട്രോൾ ചെയ്യാനാവാത്ത വിധമുള്ള ഓവർ തിങ്കിങ് അവന്റെ സമനിലയെ തെറ്റിക്കും. അന്ന് ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഒരു പെറ്റീഷൻ അവന്റെ പേരിൽ കൊടുക്കാൻ ടോക്സ് വന്നു. ബട്ട് ഐ ഫെൽ സംതിങ് ഓഫ്. അങ്ങനെ ഞാനാണ് അവരെ കൺസൾട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ആൻഡ് സൂൺ എനിക്ക് മനസ്സിലായി. പക്ഷെ അവന്റെ രോഗാവസ്ഥയെ കുറിച്ച് അവനോട് തന്നെ പറഞ്ഞാൽ അവൻ അതോർത്ത് കൂടുതൽ സ്ട്രെസ്സായി കാര്യങ്ങൾ കൂടുതൽ വഷളാവും. അപ്പോ ജസ്റ്റിന് ഇതിനെ കുറിച്ച് അറിയില്ല എന്നാണോ? യെസ്, അവന് ഞാൻ സ്ട്രെസ് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തോണ്ടിരുന്നത്. സ്ട്രെസ് കൂടുമ്പോ ബോധം പോകുമെന്ന് മാത്രമേ അവനറിയൂ. പിറ്റേ ദിവസം എന്റെ അടുത്ത് വരും. പക്ഷെ കഴിഞ്ഞ 1 വർഷമായി നോ അഡ്രസ്. മേ ബി അവൻ പുതിയ ലൈഫുമായി അഡ്ജസ്റ്റ് ആയി കാണും. അല്ലെങ്കിൽ അവനെയും തൊട്ട് സ്ട്രെസ് ചെയ്യാൻ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ വീണ്ടും ഒന്നിച്ചല്ലോ. പക്ഷേ അന്ന് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകണ്ടായിരുന്നു. നേഹ പോയിക്കോളൂ. ഐ വിഷ് യു ടു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. പപ്പ കാരണം മമ്മി പോയെ, എനിക്ക് ഉറപ്പാ. ഇവാൻ, ഞാനല്ല, എനിക്കറിയില്ല അവളവിടെ പോയെന്ന്. പപ്പ കള്ളം പറയാ. പപ്പ മമ്മീനെ പറഞ്ഞു വിട്ടതാ. അല്ല മോനെ, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇല്ല ഇല്ല, എന്റെ മമ്മി പോയി. ഇവാൻ, നീ ഒന്ന് കരച്ചിൽ നിർത്തിക്കേ. പപ്പയെ മമ്മീനെ പറഞ്ഞു വിട്ട്. എനിക്കറിയാം. പപ്പയ്ക്ക് മമ്മീനെ ഇഷ്ടമല്ല, അതുകൊണ്ടാ. ഇവാൻ, പ്ലീസ് സ്റ്റോപ്പ് ദിസ്. നീയാണ് സത്യം, ഞാൻ നിന്റെ മമ്മിയെ പറഞ്ഞു വിട്ടിട്ടില്ല. ഓ ഓ പപ്പ പോ, എന്നെ തൊടണ്ട. എന്റെ മമ്മീനെ കൊണ്ടുവാ. വാ. നിനക്ക് നിന്റെ മമ്മീനെ മതിയോ ഇപ്പൊ? ആ മതി. അവള് പണ്ടത്തെ പോലെ ഇപ്പോഴും പോയി കാണും. ഇല്ല, മമ്മി പോവില്ല. എനിക്ക് വാക്ക് തന്നതാ. നേഹ എന്ന മണവാട്ടിയായ ഞാൻ ജസ്റ്റിൻ എന്ന വരനെ എന്റെ വിവാഹിത ഭർത്താവായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ നല്ലതായാലും മോശമായാലും, സമ്പന്നമായാലും ദരിദ്രമായാലും, രോഗത്തിലും ആരോഗ്യത്തിലും ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം മരണം നമ്മെ വേർപെടുത്തുന്നത് വരെ അന്യോന്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും അതിനാൽ ഞാൻ എന്റെ വിശ്വാസം നിന്നോട് പുലർത്തുമെന്നും പ്രതിജ്ഞയെടുക്കുന്നു. എനിക്ക് എന്റെ മമ്മീനെ വേണം പറഞ്ഞില്ലേ? ഇവാൻ, എനിക്കറിയില്ല അവളവിടെ പോയെന്ന്. വിളിച്ചു നോക്ക്. എന്റെ അടുത്ത് നമ്പറൊന്നുമില്ല. പപ്പ ഇന്നേ എന്റെ മമ്മീനെ പറഞ്ഞു വിട്ടേ. ഇവാൻ, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇവാൻ. മമ്മി. മമ്മി എവിടെ പോയതാ? പേടിച്ചു പോയോ? ഞാൻ വിചാരിച്ചു മമ്മീനെ പപ്പ പറഞ്ഞു വിട്ടു.
പറയാതെ പോയേ? നീ ഇത്ര നേരത്തെ എത്തുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പേടിച്ചു പോയി. ഓ സോറി സോറി. ഇനി മോനോട് പറഞ്ഞിട്ടെ മമ്മി എവിടെയും പോകും. ഉം. അപ്പാതാ ഒരു ഭൂതം. അയ്യോ, എന്നിട്ട് ആ ഭൂതം അവളെ പിടിക്കാൻ പാഞ്ഞെടുത്തു. അങ്ങനെ അവര് സന്തോഷത്തോടെ ജീവിച്ചു. ഗുഡ് മോർണിംഗ്. മമ്മി, ഇതെന്ത് പറ്റി? ഇന്നും വീണോ? എപ്പോ? നിനക്ക് കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കൂടായിരുന്നോ? ഇന്ന് ക്ലാസ്സില്ലല്ലോ. ഞാൻ എന്ന് ഈ ടൈമിൽ എണീക്കും. ഹമ്പടാ. മമ്മി എവിടെ നോക്കിയാ നടക്കുന്നേ? ഞാൻ പോലും ഇങ്ങനെ വീഴില്ല. മോൻ പോയി ടി വി ഉണ്ടോ? കറി ഒരു 10 മിനിറ്റിലാവും. ഓക്കേ. ഇന്നലെ ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇന്ന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനക്കോട്ടയൊന്നും കെട്ടണ്ട. ഇവിടെ വെച്ച് നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എങ്ങോട്ട് വന്നേ? നിന്നെ ആരാ രാത്രി വന്ന് ഉപദ്രവിക്കുന്നേ? ഇതൊന്നും ഇവിടെ നടക്കില്ല. ഓൾറെഡി എന്റെ മോനെ എന്റെ അടുത്ത് നകറ്റി നീ എന്റെ മനസ്സമാധാനം കളഞ്ഞു. ഇനി നീ ഇവിടെ കിടന്ന് ചാത്ത എനിക്കതിന്റെ പുറകെ നടക്കാൻ പറ്റില്ല. പപ്പയുടെ കൂടെ വാ. വേണ്ട പപ്പ, മമ്മി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഇവാൻ, ലിസൺ, നീ ഇവിടെ സേഫ് അല്ല. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, മമ്മി ഇല്ലേ? പപ്പ പോക്കോ, ഞാൻ മമ്മിയുടെ കൂടെ ഇരുന്നോളാം. അവന് ഞാനിവിടെ നിർത്തി പോവാ. അവൻ എന്തെങ്കിലും സംഭവിച്ചാ അവൻ എന്റെയും കൂടെ മോനാ. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യവും അതാ. ഇവാൻ, പപ്പ പോവാ. എന്തേലും പ്രോബ്ലം ഉണ്ടായാ എന്നെ വിളിക്കണം. ഞാൻ വേഗം വരാം. ഓക്കേ പപ്പ, ഐ ലവ് യു. ഐ ലവ് യു ടു. പപ്പ പോയി. അതുകൊണ്ട് നമുക്ക് പുറത്തു പോവാ. ഹാ ബെസ്റ്റ്. നിന്റെ പപ്പ എന്നെ കൊല്ലും. ഇല്ല, മമ്മിയോട് ദേഷ്യം ഉണ്ടെങ്കിലും പപ്പ ഒരു പാവാ. നീ എന്താ കൊറേ നേരായിട്ട് കുത്തിയിരുന്ന് നോക്കുന്നേ? CCTV. അതിനകത്ത് ക്യാമറ ഇല്ലല്ലോ. അവരെയല്ല, ഇന്നലെ രാത്രി ആരെങ്കിലും വന്നോ അറിയാനാ. ആര്? അവളുടെ മേത്ത് ഇന്നും മുറിവുണ്ട്. അപ്പൊ ആരോ അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവളും ഹസ്ബൻഡും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അവിടുന്ന് രക്ഷപ്പെടാനാ നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നത്. അവൻ രാത്രി വന്ന് നല്ലത് കൊടുക്കുന്നുണ്ടാവും. എക്സാക്ട്ലി. അവിടുന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. ശരിയാ, എന്താ നിന്റെ പ്ലാൻ? അവളെ പറഞ്ഞു വിടാനാണോ? അത് നടക്കില്ല. ഇവ സമ്മതിക്കില്ല. അവനിപ്പോ അവളെ മതി. ഹേയ്, ഡോണ്ട് ബി സാഡ് മാൻ. അവൻ ചെറുതല്ലേ. അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നീ പറഞ്ഞാൽ പോലും അവന് മനസ്സിലാവില്ല. അവന്റെ ഉള്ളിൽ ഇപ്പോ ഒറ്റ കാര്യമുള്ളൂ, അവന്റെ മമ്മീനെ അവന് തിരിച്ചു കിട്ടി. മറ്റു കുട്ടികൾക്കുള്ളത് പോലെ ഇപ്പൊ അവനും ഒരു മമ്മിയുണ്ട്. ഇനി ആ പേരും പറഞ്ഞ്
അവനെ കുട്ടികളൊന്നും കളിയാക്കില്ല. അതൊക്കെ ശരി തന്നെ. പക്ഷെ അവള് പോയിട്ടും ഇത്രയും വർഷം ഞാൻ മറ്റൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് പോലും അവനെ ഓർത്തിട്ടാ. മറ്റാരെയും വിശ്വസിച്ച് അവനെ ഏൽപ്പിക്കാൻ പറ്റാഞ്ഞിട്ടാ. എന്നിട്ടും ഇപ്പൊ അവള് വന്നപ്പോ അവൻ എന്നെ വേണ്ട. ഏയ് ജസ്റ്റിൻ, സത്യമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ. എടാ, നിനക്കറിയില്ലേ, എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. ആദ്യം അവള് പോയി, ഇപ്പൊ അവനെയും കൊണ്ടുപോവാൻ നോക്ക. നമ്മൾ അതിന് സമ്മതിക്കോടാ? ഇല്ല. ഞാൻ അകത്തും CCTV വെക്കാൻ പോവാ. രാത്രി ആരാ വരുന്നതെന്ന് എനിക്കറിയണം. തെളിവ് സഹിതം അതും പറഞ്ഞ് അവളെ പറഞ്ഞു വിടണം. ആടാ. നോക്ക്, അവനവന്റെ അപ്പനെ പോലാ. പക്ഷെ നിറം നേഹയുടെയാ. അതെ. വാ പോവാം. ദൂരത്ത് നിന്നെങ്കിലും കൊച്ചിനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അവളോട് ചെന്ന് പറയണ്ടേ? വേണ്ട, അവള് നമ്മളെ കാണുന്നുണ്ട്. മോൻ നമ്മളെ കണ്ട ചിലപ്പോ ജസ്റ്റിനോട് പറഞ്ഞു കൊടുക്കും. നിനക്കിനി എന്തെങ്കിലും വേണോ? വേണ്ട, മതി. എന്താടാ? എടാ, ഞാൻ കൊറേ വട്ടായി വിളിക്കുന്നു, എടുക്കുന്നില്ല. കേൾക്കാഞ്ഞിട്ടാണോ? വെയിറ്റ്. അവൾ എങ്ങോട്ടാ പോകുന്നു ഇവാനെയും കൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇതാ അവളുടെ പ്ലാൻ എന്ന്. വാ നോക്കാം. എടാ, നമ്മളെ കൊണ്ട് പറ്റില്ല, കംപ്ലൈന്റ് ചെയ്യാം. ഓക്കെ. മമ്മിയുടെ മുറിവ് ഉണങ്ങിപ്പോയോ? ഇല്ല, ഞാൻ മേക്കപ്പ് ചെയ്തതാ. മമ്മി ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. നമുക്കിനി വീട്ടിലോട്ട് പോവാം. ഓക്കേ. വേറെന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ? അത് എന്ത് പോയാലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എന്റെ മോനെ കിട്ടിയാ മതി. സാർ ഒന്ന് സ്പീഡപ്പ് ആക്കണം. തട്ടിക്കൊണ്ടു പോയത് തന്നെയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? കുട്ടിയുടെ അമ്മയുടെ കൂടെയല്ലേ? അതെ, അവളത് ചെയ്യും സാർ. അവൾ 7 വർഷം മുമ്പ് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാ. ദാറ്റ്സ് വൈ. ഇതാണോ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി പറഞ്ഞ കുട്ടി? തട്ടിക്കൊണ്ടുപോയോ? എന്നെയോ? നിങ്ങൾ ഈ കുട്ടിയെയും കൊണ്ട് എവിടെ പോയതാ? ടൗണിൽ. വാട്ട് ഈസ് ദിസ്? സോറി സാർ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർക്കലല്ല ഞങ്ങളുടെ പണി. വാടോ പോ. പപ്പ ചമ്മിപ്പോയി. നീ വാ, നമുക്കൊരു റൗണ്ട് പോയിട്ട് വരാം. എങ്ങോട്ട്? ചുമ്മാ വാടാ. ഓക്കേ. പപ്പ, മമ്മി, ഞാൻ ഉടലിന്റെ കൂടെ പോയിട്ട് വരാം. ഇനി മേലാൽ എന്റെ പെർമിഷൻ ഇല്ലാതെ അവനെ എങ്ങോട്ടേലും കൊണ്ടുപോയാ. No. വാതിൽ തുറക്ക് പ്ലീസ്. ഞാൻ വന്നു. നീ ഇനി വരുന്നുണ്ടോ? ഇല്ല, നീ പൊക്കോ. ശരി, ബൈ മാൻ. ബൈ അങ്കിൾ. മമ്മി എവിടെ പപ്പ? അറിയില്ല. പപ്പ പറഞ്ഞു വിട്ടോ? ഇല്ല. പിന്നെ മമ്മി ഇവിടെ? ഇവാൻ, ഇവിടെ വാതിൽ തുറക്ക്. മമ്മി, പപ്പ വാതിൽ തുറക്ക്. തുറക്ക് പപ്പ. മമ്മി. മോനെ.
സോറി. പപ്പ, മമ്മീനോട് ഞാനാ പുറത്തു പോവാന്ന് പറഞ്ഞ്. മമ്മീനെ തുറന്നു വിട് പപ്പ, പ്ലീസ്. ഞാൻ ഇനി ഒരിക്കലും പുറത്തു പോവാന്ന് പറയില്ല. പ്രോമിസ്, പ്ലീസ്. I love you. I love you too. മമ്മി റെഡി ആയില്ലേ? എന്തിന്? സൺഡേ അല്ലേ, പള്ളി പോണ്ടേ? ഞാനില്ല, മോൻ പപ്പയുടെ കൂടെ പൊക്കോ. മമ്മി വാ, നമുക്ക് ഫാദറിനെ കാണാലോ. പിന്നെ മാതാവിനെ എനിക്ക് മമ്മീനെ കൊണ്ടുപോയി കാണിക്കണം. അതെന്തിനാ? താങ്ക്സ് പറയാൻ. വേണ്ട, മാതാവെല്ലാം കാണുന്നുണ്ട്. മോൻ പപ്പയുടെ കൂടെ പോയിട്ടോ. അപ്പൊ ഫാദറിനെ കാണണ്ടേ? വേണ്ട, പപ്പയുടെ പിണക്കൊക്കെ മാറിയിട്ട് നമുക്ക് ഒന്നിച്ചു പോയി കാണാം. ഇപ്പൊ പറയണ്ട. ഓക്കെ, ഇവാൻ വാ. പൊക്കോ പൊക്കോ. ഞങ്ങൾ വേഗം പോയിട്ട് വരാം. ഓക്കെ. പപ്പ, 10 കൂടെ മെഴുകുതിരി വാങ്ങണേ. എന്തിനാടാ? മാതാവിന്റെ മുമ്പിൽ കത്തിക്കാനാ. ഞാൻ മാതാവിനോട് പ്രോമിസ് ചെയ്തതാ, എന്റെ മമ്മീനെ തിരിച്ചു തരുവാണെങ്കിൽ 10 കൂടെ മെഴുകുതിരി കത്തിക്കാന്ന്. വിശ്വം കാക്കുന്ന നാഥാ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ. നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? വീട്ടിലോട്ട്. അതല്ല, എല്ലാ സൺഡേയും നമ്മളൊരു ചെറിയ ഔട്ടിങ്ങിന് പോവാറില്ലേ? എന്നാ മമ്മീനെയും കൂട്ടാ. പറ്റില്ല. എന്നാ ഞാനും ഇല്ല. വാ, വീട്ടിൽ പോവാ. ഇവാൻ, നിനക്ക് എന്നെയാണോ മമ്മീനെയാണോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരെയും. പറ്റില്ല, ഒരാളെ പറ. അങ്ങനെ ചോദിച്ചാ എനിക്ക് പപ്പേനെ ഇഷ്ടാ, പക്ഷേ മമ്മീനെ ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടാ. മമ്മി, ഞാൻ 10 കൂടി മെഴുകുതിരി കത്തിച്ചു. ഗുഡ് ബോയ്. മമ്മി എന്ത് ചെയ്യാ? ലഞ്ച് റെഡിയാക്കാ. ഓക്കെ, ഞാൻ പോയി ഒരു വീഡിയോ വരയ്ക്കട്ടെ. ഹോംവർക്കാ. ചെല്ല്. നിന്റെ പപ്പ ഇതുവരെ പുറത്തോട്ട് വന്നില്ലല്ലോ. അകത്തെന്താ പരിപാടി? ആവോ, ചോറ് കഴിക്കാനും വന്നില്ല. ചായ. ഞാൻ ചോദിച്ചോ നിന്നോട്? ചോറ് കഴിക്കാത്തോണ്ട്. എന്താ ഇങ്ങനെയൊക്കെ ചെയ്താ ഞാൻ നിന്നെ പഴയ പോലെ കാണുന്നു വിചാരിച്ചോ? ഇല്ല, നീ എന്റെ മനസ്സിൽ പണ്ടേ ചത്തടി. ഇറങ്ങിപ്പോടി. മമ്മി, മാതാവിനോട് മമ്മീനെ തിരിച്ചു തരാൻ പറഞ്ഞപ്പോ കൂടെ സന്തോഷവും തരാൻ പറയാൻ മറന്നുപോയി മമ്മി. ഞാൻ വിചാരിച്ചു മമ്മി വന്ന ലൈഫ് ഫുൾ ഹാപ്പി ആയിരിക്കുന്നു. പക്ഷെ എന്നാ മമ്മി പോട്ടെ. വേണ്ട, എനിക്ക് മമ്മീനെയും വേണം, പപ്പേനെയും വേണം. എന്നെ
നിന്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് നീ അങ്ങനെ സുഖമായി കിടന്ന് ഉറങ്ങണ്ട. ഹിജായ മോൻ ഉണരും പ്ലീസ്. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ, അവൻ മാത്രം. ആദ്യം എന്റെ തന്തയും തള്ളയും പോയി എന്നെ ഒറ്റയ്ക്കാക്കി. പിന്നെ നീ വന്നു, മോനെ തന്നു, എന്നിട്ടൊരു പൂക്ക് പോയി. ഇപ്പൊ തിരിച്ചു വന്നിട്ട് എന്റെ ആകെയുള്ള മോനെ കൂടെ എന്റെ അടുത്ത് നിന്ന് പിടിച്ചു പറിക്കാൻ നോക്കുക അല്ലെ? സമ്മതിക്കില്ല. നീ അതിന് ശ്രമിക്കുകയും വേണ്ട. എത്രത്തോളം നീ അവനെ എന്റെ അടുത്ത് നിന്ന് അകറ്റാൻ നോക്കുന്നു, അത്രത്തോളം നീ നിന്റെ മരണത്തോടടുക്കും. ഇനി നീ തീരുമാനിക്കേ, നിനക്ക് അവനെ വേണോ വേണ്ടയോ എന്ന്. ബൈ മമ്മി. ബൈ. നീ ഇന്നലെ അവളെ ചീത്ത പറഞ്ഞോ? ചെറുതായിട്ട്. എന്തായി CCTVയുടെ കാര്യം? അവരിന്ന് ഇൻസ്റ്റാൾ ചെയ്യും. ഹാ, ഞാൻ ഇറങ്ങട്ടെ, മോൾക്ക് വാക്സിൻ എടുക്കാനുണ്ട്. ആടാ, പോയിട്ട് വാ. Oh my god. അപ്പൊ അന്നത്തെ ബാൻഡേജസ് ഒക്കെ ദൈവമേ. ഞാൻ ഇനി എന്താ ചെയ്യ ഡോക്ടർ? അവന്റെ സ്ട്രെസ് കുറയ്ക്കണം. ഞാൻ വിളിച്ചാ വരില്ല. ഇത് പറയാൻ പോലും എനിക്ക് കഴിയില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാൻ പിന്നെ എന്ത് ചെയ്യും ഡോക്ടർ? നൈറ്റ് ആവുമ്പോഴേ ജസ്റ്റിന് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. രാവിലെ അതൊന്നും ഓർമ്മയില്ല താനും. It's a dissociative disorder called dissociative amnesia. ഞാൻ ഡുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നാ വിചാരിച്ചത്. No. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു പേഴ്സണ് അയാളുടെ ഉള്ളിൽ 2 അതിലധികമോ പേഴ്സണാലിറ്റീസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യാൻ കഴിയും. They feel like they are possessed by other identities. But in Justin's case, he's not aware of his actions. ജസ്റ്റിനുള്ളത് ഡിസോസിയേറ്റീവ് അമ്നേഷ്യ, അമിതമായ സ്ട്രെസ് അല്ലെങ്കിൽ ട്രോമ കാരണം ഉണ്ടാകുന്ന മറവി. ആ സമയത്ത് അവർ ചെയ്യുന്നതും പറയുന്നതായ ഒരു കാര്യങ്ങളും അവർക്ക് പിന്നീട് ഓർമ്മയുണ്ടാവില്ല. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന സമയം എപ്പോഴാണ്? ടെൻഷൻ ഉണ്ടാവുമ്പോ. സമയം ഐ ഡോണ്ട് നോ. രാത്രി. ഒരാൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും. ജസ്റ്റിൻ ഓൾസോ. അവൻ പകല് മുഴുവൻ ഓഫീസിന്റെയും ഇവാന്റെയും പുറകെയാണ്. പക്ഷെ രാത്രി he's all alone. അവന്റെ പ്രോബ്ലം അത് നീയാണ്. ഇവാന് വേണ്ടി അവൻ എന്തും ചെയ്യും. സോ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഇവാന്റെ അടുത്ത് നിന്ന് പോണം. ഇവാൻ നിന്നോട് അടുക്കുന്നത് ഒരിക്കലും അവന് സഹിക്കാനാവില്ല. എനിക്കറിയാം, പക്ഷെ എനിക്ക് ഇവാൻ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. സീക്രട്ടായി ടാബ്ലറ്റ്സ് അവന്റെ ഉള്ളിലെത്തിക്കാൻ കഴിയും, അതും കൃത്യസമയത്ത്. റിസ്ക് ആണ്. ഞാൻ കുക്ക് ചെയ്യുന്നതൊന്നും ജസ്റ്റിൻ കഴിക്കില്ല. വേറെ വഴിയൊന്നുമില്ല. നിന്റെ സുരക്ഷ നീ തന്നെ ഉറപ്പാക്കണം. ഇവാനെ അവോയ്ഡ് ചെയ്യൽ എന്തായാലും നടക്കില്ല. ഞാൻ ഇവാനെ അകറ്റാൻ വന്നതല്ലാന്ന് ജസ്റ്റിന് തോന്നിയാലോ? ജസ്റ്റിന്റെ ട്രസ്റ്റ് പിടിച്ചു പറ്റിയാൽ മേ ബി എവറിത്തിങ് വിൽ ഫാൾ ഇൻടു പ്ലേസസ്. എന്ത് വന്നാലും ശരി, ഇവാനെ ഞാൻ അവോയ്ഡ് ചെയ്യില്ല. സോറി ഫോർ ആസ്കിങ്, ബട്ട് അന്ന് എന്തിനാണ് നേഹ പോയത്? ആരാ? മാം, ഞങ്ങൾ ജസ്റ്റിൻ സാറ് പറഞ്ഞിട്ട് വന്നതാ CCTV ഇൻസ്റ്റാൾ ചെയ്യാൻ. CCTVയോ? യെസ് മാം, പുറത്ത് ഞങ്ങൾ തന്നെ വെച്ചേ. ഇപ്പൊ എവിടെയാ വെക്കുന്നത്? അകത്ത്. മാം, ഡോറൊന്ന് ഓപ്പൺ ആക്കിയിരുന്നേ. ആ, എന്തായി? ആളവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ മാഡം വന്നു, ഞങ്ങളെ ഫിറ്റ് ചെയ്യാ പറഞ്ഞു വിളിച്ചു. അവളോടെ പോയതാ? എനിക്കെങ്ങനെ അറിയാനാ? എന്തായാലും അവളുടെ എല്ലാ ചുറ്റിക്കളിയും ഇന്ന് രാത്രിയോടെ തീരും. അവനിന്ന് രാത്രി വരുന്ന ഉറപ്പാണോ? ലെറ്റ്സ് സീ. എന്നിട്ട് ഇതും കൂട്ടണം. ആ, ഇത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പപ്പ,
Mummy is a genius. She is very good at maths. വാ, ഞാൻ പഠിപ്പിച്ചുതരാം. വേണ്ട പപ്പ, മമ്മി ഫ്രീയാ. ഞാനും ഫ്രീയാ. ചെല്, മമ്മിക്ക് കിച്ചണിൽ കുറച്ച് പരിപാടിയുണ്ട്. ഓക്കേ. ഈ പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്. ഇത് ഈസിയാണ്. ഇങ്ങനെയോ? മമ്മി ഇതിൽ സിമ്പിൾ ആയാണല്ലോ പറഞ്ഞേ. മമ്മി അല്ല നിനക്ക് മാർക്ക് ഇടുന്നേ. പപ്പ പക്ഷെ നിനക്ക് അവള് വരുന്നതിന് മുമ്പ് ഞാനല്ലേ പഠിപ്പിച്ചു തന്നോണ്ടിരുന്നേ. അപ്പൊ നിനക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. മമ്മി വന്നില്ലായിരുന്നെങ്കിൽ നീ എന്താക്കിയേനെ? എന്താ? മമ്മി വാ പോവാം. പപ്പ എന്തേലും വർക്ക് പ്രഷറിലായിരിക്കും. പേടിച്ചു പോയോ? മോനോട് മമ്മി ഒരു കാര്യം പറയട്ടെ. മമ്മി ഇപ്പൊ തിരിച്ചു വന്നില്ലേ? മമ്മി ഇനി പോവുകയില്ല. അതുകൊണ്ട് മോൻ മുൻപ് പപ്പയുടെ കൂടെ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്റെ കൂടെ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ല. മോനിപ്പോ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്റെ കൂടെ അല്ലേ? അപ്പോ പപ്പയ്ക്ക് സങ്കടാവില്ലേ? പപ്പ ആയിരുന്നില്ലേ ഇത്രയും നാളും മോന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്? അതുകൊണ്ട് ഇനി അങ്ങോട്ടും പപ്പ തന്നെ അതെല്ലാം നോക്കട്ടെ. അപ്പൊ മമ്മി? മമ്മി ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാലും പപ്പയ്ക്ക് ഹേർട്ടാവുന്ന രീതിയിൽ നീ എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. ഓക്കേ. ജസ്റ്റിച്ച, ഇവിടെ വെച്ചൊന്നും ചെയ്യരുത്. മോൻ എഴുന്നേക്കും പ്ലീസ്. ജസ്റ്റിച്ച, ഞാൻ മോനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നതല്ല. എന്നൊന്ന് വിശ്വസിക്കേ. നിന്നെ ഒന്ന് വിശ്വസിച്ചതിന്റെ അല്ലേ ഞാനിപ്പോ അനുഭവിക്കുന്നേ. ഇച്ചായനെ ദ്രോഹിച്ച മോൻ ഇച്ചായനോട് സ്നേഹത്തോടെ പെരുമാറുമെന്ന് ഇച്ചായന് തോന്നുന്നുണ്ടോ? എനിക്ക് അവൻ ഇച്ചായന്റെ അടുത്ത് നിന്ന് അകറ്റണ്ട. ഞാൻ അകറ്റേയില്ല. ഓൾറെഡി അവൻ അകന്നു പോവല്ലേ, നീ അകറ്റിയില്ലേ? അവന് ഞാൻ മാത്രം മതിയടി. മമ്മി ഞാൻ പോയിട്ട് വരാം. ബൈ. ഇന്നലെ അവൻ വന്നോടാ? അറിയില്ല, ഞാൻ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി. ഇന്ന് അവളുടെ മേത്ത് മുറിവുണ്ടോ? പാടൊന്നും കാണാനില്ല. പക്ഷെ അവള് നല്ല ടയേർഡാണ്. ശരി, നോക്ക്.